സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസീസസ് ഓഫ് പൗൾട്രി പാർട്ട് 1 ആയിരുന്നു കവർ ചെയ്തിരുന്നത്. ഈ വീഡിയോയിൽ ആ ചാപ്റ്ററിന്റെ ബാക്കി ഭാഗമായിട്ട് പാർട്ട് 2 നമുക്ക് കവർ ചെയ്യാം. കോഴികളെ ബാധിക്കുന്ന പ്രോട്ടോസോവൻ രോഗങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അസുഖമാണ് കോക്സിഡിയോസിസ്. ഈ കോക്സിഡിയോസിസ് ഒരു ഹോസ്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള രോഗമാണ്. ഹോസ്റ്റ് സ്പെസിഫിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്പീഷീസിനെ എഫക്ട് ചെയ്യുന്ന കോക്സീഡിയ വേറൊരു സ്പീഷീസിനെ എഫക്ട് ചെയ്യാൻ സാധ്യത ഇല്ല. ഈ കോക്സീഡിയ ഇൻട്രാ സെല്ലുലാർ പാരസൈറ്റുകളാണ്. സെല്ലിനകത്താണ് ഇവ എഫക്ട് ചെയ്യുന്നത്. കോഴികളുടെ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിനെയാണ് ഇത് മെയിൻ ആയിട്ട് ബാധിക്കുന്നത്. സാധാരണയായി കോഴികളിൽ 9 സ്പീഷീസ് കോക്സീഡിയൽ പാരസൈറ്റുകളാണ് ബാധിക്കുന്നത്. അത് 9 വ്യത്യസ്ത രോഗങ്ങളെയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഈ കോക്സീഡിയയുടെ ലൈഫ് സൈക്കിളിനെ ഒന്ന് നമ്മൾക്ക് നോക്കാം. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബേർഡ് അവരുടെ കാഷ്ടത്തിലാണ് ഈ കോക്സീഡിയയുടെ മുട്ട അഥവാ ഊസിസ്റ്റുകളെ പുറത്തേക്ക് വിടുന്നത്. ഈ ഊസിസ്റ്റുകൾ പരിസരത്തെ മലിനമാക്കുന്നു. എന്നിട്ട് 48 മണിക്കൂറിന്റെ ഉള്ളിൽ അതിന്റെ സ്പോറുലേഷൻ നടക്കുന്നുണ്ട്. ഈ സ്പോറുലേറ്റഡ് ഊസിസ്റ്റുകളാണ് ഇൻഫെക്റ്റീവ് ആയിട്ടുള്ളത്. ഇത് കോഴികളുടെ കുടിക്കുന്ന വെള്ളത്തിലോ അതോ തീറ്റയിലോ കലർന്ന് മലിനമായി അവയുടെ വയറ്റിലേക്ക് വീണ്ടും എത്തിപ്പെട്ട് രോഗമുണ്ടാക്കുന്നു. ഇതാണ് ഇവയുടെ ലൈഫ് സൈക്കിൾ. രോഗത്തിൽ നിന്നും മുക്തി നേടിയ ബേർഡ്സും അതുപോലെ തന്നെ ഇൻഫെക്റ്റഡ് ബേർഡ്സും കാഷ്ടത്തിലൂടെ ഊസിസ്റ്റുകളെ പുറത്തുവിട്ടാണ് രോഗത്തിനെ പരത്തുന്നത്. ഇനി ഈ കോക്സിഡിയോസിസിന്റെ സിംറ്റംസ് അഥവാ രോഗലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. ചെറിയ കോഴികളിൽ അവയുടെ കാഷ്ടത്തിൽ രക്തം കലർന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഉയർന്ന മരണനിരക്കും കാണും. അഡൾട്ട്സിലേക്ക് വരുമ്പോഴേക്കും അവരുടെ തീറ്റ വളരെയധികം കുറയുന്നു. മുട്ടയുൽപാദനം അതുപോലെ കുറയുന്നു. മെലിഞ്ഞു ഉണങ്ങിയിരിക്കുന്നു. ഈ ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കോക്സിഡിയോസിസ് ആണെന്ന് നമ്മൾക്ക് സംശയിക്കാം. ഇനി ഈ രോഗത്തിന്റെ പ്രിവെൻഷനും കൺട്രോളും എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊരു പാരസൈറ്റിക് ഡിസീസ് ആണെങ്കിലും ഇതിന് വാക്സിനേഷൻ ലഭ്യമാണ്. അതുപോലെ തന്നെ ആന്റി കോക്സീഡിയൽ ഡ്രഗ്സ്, കോക്സീഡിയയ്ക്ക് എതിരായിട്ടുള്ള മരുന്നുകൾ ലഭ്യമാണ്. അതുപോലെ തന്നെ ബെറ്റർ മാനേജ്മെന്റ് ഇൻക്ലൂഡിംഗ് പ്രോപ്പർ ഹൈജീൻ ആൻഡ് സാനിറ്റേഷൻ, നല്ല ശുചിത്വത്തോടുകൂടിയും വൃത്തിയോടുകൂടിയും കോഴികളെ പരിപാലിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കോക്സിഡിയോസിസ് കൺട്രോൾ ചെയ്യാൻ. കോഴികളെ ബാധിക്കുന്ന രോഗങ്ങളിൽ അടുത്ത വിഭാഗം പാരസൈറ്റിക് ഡിസീസസ് ആണ്. ഈ പാരസൈറ്റിക് ഡിസീസസിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്ന് എൻഡോ പാരസൈറ്റ്സ്, വേറൊരെണ്ണം എക്ടോ പാരസൈറ്റ്സ് ആണ്. എൻഡോ പാരസൈറ്റ്സ് എന്ന് വെച്ചാൽ ശരീരത്തിന്റെ അകത്ത് കാണുന്ന പാരസൈറ്റുകളെയാണ് എൻഡോ പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. എക്ടോ പാരസൈറ്റ്സ് എന്ന് വെച്ചാൽ ശരീരത്തിന്റെ പുറത്ത് കാണുന്ന പാരസൈറ്റുകളെയാണ് എക്ടോ പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ എൻഡോ പാരസൈറ്റ്സിൽ നമ്മൾക്ക് പഠിക്കാനുള്ള പാരസൈറ്റുകളിൽ ഒന്ന് അസ്കാരിയാസിസ് ആണ്. അസ്കരീഡിയ ഗാലി എന്ന വിര ഉണ്ടാക്കുന്ന അസുഖത്തെയാണ് അസ്കാരിയാസിസ് എന്ന് പറയുന്നത്. ഈ അസ്കരീഡിയ ഗാലി എന്നുള്ള വിര കോഴികളിൽ കാണുന്ന ഏറ്റവും വലിയ നെമറ്റോഡാണ്. ഈ രോഗം കൊണ്ടുണ്ടാവുന്ന രോഗലക്ഷണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ വിരയുടെ ലോഡ് വളരെ അധികം ആയിക്കഴിഞ്ഞാൽ കോഴികൾ നിസ്സംഗരായും വളർച്ചാ നിരക്ക് വളരെയധികം കുറയുന്നതായും അതുപോലെ തന്നെ മുട്ടയുൽപാദനം വളരെ കുറയുന്നതായിട്ടും കാണാൻ സാധിക്കും. ഈ സ്ലൈഡിൽ നിങ്ങളുടെ ഒരു അറിവിലേക്കായിട്ട് അസ്കരീഡിയ ഗാലിയുടെ ലൈഫ് സൈക്കിളും കാണിച്ചിട്ടുണ്ട്. അതുകൂടാതെ വലതുവശത്ത് കാണുന്ന ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ പാരസൈറ്റ് എന്തോരം പാക്ഡ് ആയിട്ടാണ് ഇൻറ്റസ്റ്റൈനകത്ത് കാണുന്നത് എന്ന്. സാധാരണഗതിയിൽ പാരസൈറ്റ്സിന്റെ ലൈഫ് സൈക്കിൾ കുറെയൊക്കെ സിമിലർ ആണ്. അഡൾട്ട് വേംസ് കോഴികളുടെ ഇൻറ്റസ്റ്റൈനകത്ത് കാണുന്നു. അവിടെ അത് മുട്ടയുണ്ടാക്കുന്നു. ഈ മുട്ട കാഷ്ടത്തിലൂടെ പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് വരുന്ന മുട്ട പരിസരങ്ങളെല്ലാം മലിനമാക്കുന്നു. എന്നിട്ട് തീറ്റയിലോ വെള്ളത്തിലോ കലർന്ന് വേറെ കോഴികളിലേക്ക് അത് പകരുന്നു. എന്നിട്ട് വേറെ കോഴികളിൽ രോഗമുണ്ടാക്കുന്നു. പാരസൈറ്റിക് ഡിസീസസിലെ അടുത്ത എൻഡോ പാരസൈറ്റ് ഏതാണെന്ന് പരിചയപ്പെടാം. കോഴികളെ ബാധിക്കുന്ന സീക്കൽ വേമുകൾ. അതിന്റെ ശാസ്ത്രീയ നാമം ഹെറ്ററാക്കിസ് ഗാലിനെ. പേരിൽ തന്നെയുണ്ട് സീക്കൽ വേം എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വേംസ് സാധാരണഗതിയിൽ കോഴിയുടെ സീക്കത്തിലാണ് കാണുന്നത്. വളരെ ചെറിയ
വിരകളാണ് സീക്കൽ വർംസ്. 1.2 to 1.9 സെന്റിമീറ്റർ നീളം മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇത് സീക്കത്തിന്റെ അറ്റത്തിലാണ് കാണുന്നത്. സാധാരണഗതിയിൽ ഈ സീക്കൽ വർംസ് കോഴികളിൽ വലിയ രോഗലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല. കോഴികളിൽ സീക്കൽ വർമുകൾ വലിയ രോഗലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പക്ഷേ ഇവയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഹെറ്ററാക്കിസ് ഗാലിനെ എന്ന സീക്കൽ വർമിന്റെ ലാർവ ടർക്കികളിൽ ബ്ലാക്ക് ഹെഡ് ഡിസീസ് എന്ന രോഗാണുവിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അത് ഈ ടർക്കികളിൽ വളരെ മാരകമായ ഒരു അസുഖമാണ് ബ്ലാക്ക് ഹെഡ് ഡിസീസ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കോഴികളെയും ടർക്കികളെയും ഒരുമിച്ച് വളർത്തുന്നത് അഭികാമ്യമല്ല. ഈ രോഗത്തെ പ്രതിരോധിക്കാൻ ആന്റി ഹെൽമിന്തുകളാണ് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത്. ഇനി കോഴിയുടെ പുറത്തു കാണുന്ന എക്ടോ പാരസൈറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സാധാരണയായി കാണുന്ന എക്ടോ പാരസൈറ്റുകളാണ് മൈറ്റ്സ്, ടിക്സ്, ലൈസ് എക്സെട്ര. ചെള്ള്, പേന്, മൈറ്റുകൾ ഇവയൊക്കെയാണ് സാധാരണയായി കാണുന്ന എക്ടോ പാരസൈറ്റ്സ്. ഇവയിൽ ചിലത് രോഗാണുവാഹകരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. വേറെ ചിലരാണെങ്കിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു, അത് വന്നാൽ ചൊറിച്ചിലോ അസ്വസ്ഥതകളോ ഉണ്ടാക്കുന്നു, രക്തം കുടിക്കുന്നു. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ എക്ടോ പാരസൈറ്റ്സ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. ഇവയെ എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാം? ഗുഡ് മാനേജ്മെന്റ് ആൻഡ് സാനിറ്റേഷൻ. ശുചിത്വം വളരെ പ്രധാനമാണ്. ഇൻസെക്ടിസൈഡ്സ് ഉപയോഗിക്കാൻ പറ്റും. കീടനാശിനികൾ കൂടിനു ചുറ്റും നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ എക്ടോ പാരസൈറ്റ്സിനെ നമ്മൾക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും. ഇനി നമ്മൾക്ക് ഭക്ഷണത്തിലെ ചില ഘടകങ്ങളുടെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ അഥവാ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസീസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ രോഗം ന്യൂട്രീഷണൽ റൂപ്പ്. ഈ അസുഖം വൈറ്റമിൻ എ ഡെഫിഷ്യൻസി മൂലമാണ് ഉണ്ടാവുന്നത്. ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. മ്യൂക്കോയിഡ് ഡിസ്ചാർജ് ഫ്രം ഐസ് ആൻഡ് നാസൽ പാസേജസ്. കൊഴുത്ത ദ്രാവകം കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും പുറത്തേക്ക് വരുന്നു. ഡിക്രീസ്ഡ് ഗ്രോത്ത് ഇൻ ചിക്സ് ആൻഡ് ലോവേർഡ് എഗ് പ്രൊഡക്ഷൻ ഇൻ ലേയേഴ്സ്. കുഞ്ഞുങ്ങളിൽ വളർച്ചാ നിരക്ക് വളരെയധികം കുറയുന്നു. അതുപോലെ തന്നെ മുട്ടയുൽപാദനം ഗണ്യമായി കുറയുന്നു. ഇനി ഏതൊക്കെ വിധത്തിലാണ് നമുക്ക് വൈറ്റമിൻ എ സപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത് ഈ കോഴികളിൽ എന്ന് നോക്കാം. കോഡ് ലിവർ ഓയിൽ, മീനെണ്ണ ഗുളിക സാധാരണ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ മീനെണ്ണ ഗുളിക വളരെ ഉപയോഗപ്രദമാണ്. മീനെണ്ണയിൽ നിറച്ചും വൈറ്റമിൻ എ ഉണ്ട്. അതുപോലെ തന്നെ ലിവർ മീൽ, പച്ചപ്പുല്ലുകൾ ഇവയിലെല്ലാം വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ന്യൂട്രീഷണൽ റൂപ്പ് പോലത്തെ അസുഖങ്ങൾ നമ്മൾക്ക് ഇല്ലാതെയാക്കാൻ പറ്റും. അടുത്ത ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസീസായ റിക്കറ്റ്സിലേക്ക് കടക്കാം. റിക്കറ്റ്സ് ഉണ്ടാവുന്നത് വൈറ്റമിൻ ഡി, കാൽഷ്യം, ഫോസ്ഫറസ് ഇവയുടെ കുറവ് മൂലമാണ്. ഈ വൈറ്റമിൻ ഡി, കാൽഷ്യം, ഫോസ്ഫറസ് സാധാരണയായി എല്ലുകളുടെയും കൊക്കുകളുടെയും വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവയുടെ കുറവ് മുടന്തുണ്ടാക്കുന്നു. ലേംനെസ്, സ്റ്റിഫ് ലെഗ്, കാലുകൾ സ്റ്റിഫായിരിക്കുന്നു. ഹോക്കുകൾ സ്വോളൻ ആയിരിക്കുന്നു. മുട്ടിന്റെ ഭാഗം നീർക്കെട്ടോടുകൂടി ഇരിക്കുന്നു. കൊക്ക് റബ്ബർ പോലെ ഇരിക്കുന്നുണ്ടാവും. അതുപോലെ മുട്ടയുൽപാദനം ഗണ്യമായി കുറയുന്നു. ഈ വൈറ്റമിൻ ഡി, കാൽഷ്യം, ഫോസ്ഫറസ് ഇവയുടെ സോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മീനെണ്ണയിൽ ധാരാളം വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൺലൈറ്റിൽ വൈറ്റമിൻ ഡി സിന്തസൈസ് ചെയ്യാൻ പറ്റും. പിന്നെ സിന്തറ്റിക് ആയിട്ട് ഗുളിക രൂപത്തിൽ നമുക്ക് വൈറ്റമിൻ ഡി ലഭ്യമാണ്. വൈറ്റമിൻ ഇയുടെ കുറവ് മൂലം ഉണ്ടാവുന്ന ഒരു രോഗമാണ് ന്യൂട്രീഷണൽ എൻസെഫലോമലേഷ്യ അഥവാ ക്രേസി ചിക്ക് ഡിസീസ്. ഇനി ഈ രോഗത്തിന്റെ രോഗലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. ഇൻകോർഡിനേഷൻ ഓഫ് മൂവ്മെന്റ്, സമനില നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. കൺവൾഷൻസ് ഉണ്ടാവുന്നു. സന്നി അല്ലെങ്കിൽ വലിവ് പോലത്തെ രോഗലക്ഷണങ്ങൾ കാണാൻ പറ്റും. കാലുകളുടെ തളർച്ച, പിന്നെ മരണം സംഭവിക്കുന്നു. ഈ വൈറ്റമിൻ ഇയുടെ സോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പച്ചപ്പുല്ലിൽ ധാരാളം വൈറ്റമിൻ ഇ ഉണ്ട്. അതുപോലെ തന്നെ വെജിറ്റബിൾ ഓയിലിലുണ്ട്, ലിവർ മീലിലുണ്ട്, പയർവർഗ്ഗങ്ങളിൽ വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പിന്നെ സിന്തറ്റിക് ആയിട്ടും ഗുളിക രൂപത്തിലോ അല്ല മരുന്ന് രൂപത്തിലും വൈറ്റമിൻ ഇ ലഭ്യമാണ്. കേൾഡ് ടോ പാരാലിസിസ്,
റൈബോഫ്ലേവിൻ അഥവാ വൈറ്റമിൻ B2 ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന ഒരു അസുഖമാണ്. ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. പുവർ ഗ്രോത്ത്, വളർച്ചാ നിരക്ക് വളരെ പുവർ ആണ്. കാലിൽ തളർച്ചയുണ്ടാകുന്നു. വിരലുകൾ ഉള്ളിലേക്ക് ചുരുണ്ടു പോകുന്നു, ഇൻവേർട്ട് കേളിംഗ് ഓഫ് ടോസ്. എന്നിട്ട് കോഴി അതിന്റെ മുട്ടിൽ നടക്കാൻ ശ്രമിക്കുന്നു, ടെൻഡൻസി ടു വാക്ക് ഇൻ ഹോക്സ്. വൈറ്റമിൻ B2യുടെ സോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലിവർ മീലിൽ ധാരാളം വൈറ്റമിൻ B2 അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാലിന്റെ ഉപ ഉൽപ്പന്നങ്ങളിലും ബൈ പ്രൊഡക്ട്സിലും ഒരുപാട് വൈറ്റമിൻ B2 ഉണ്ട്. ഇളം പുല്ല്, തവിട്, മൊളാസസ് ഇവയിലെല്ലാം വൈറ്റമിൻ B2 ഉണ്ട്. സിന്തറ്റിക് ആയിട്ടും വൈറ്റമിൻ B2 ലഭ്യമാണ്. കോഴികളെ ബാധിക്കുന്ന വിവിധ രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പരിചയപ്പെട്ടു. ഇനി ഈ രോഗങ്ങളെ എങ്ങനെ നമ്മൾക്ക് തടയാം എന്നുള്ളത് നോക്കാം. രോഗത്തെ തടയാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെഷർ വാക്സിനേഷൻ തന്നെയാണ്. ഈ വാക്സിനേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് അടുത്ത സ്ലൈഡിൽ നോക്കാം. വാക്സിനേഷന്റെ സമയത്ത് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. Sound management practices should be followed to minimize vaccination stress. വാക്സിനേഷന്റെ സമയത്ത് കോഴികളിൽ സ്ട്രെസ് കൂടാതിരിക്കാൻ വേണ്ട രീതിയിൽ സൂക്ഷിച്ചു വേണം കോഴികളെ കൈകാര്യം ചെയ്യാൻ. അതുപോലെ തന്നെ വാക്സിനേഷൻ ഒരു ഹെൽത്തി ഫ്ലോക്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. രോഗം ബാധിച്ചിട്ടുള്ള ഒരു ഫ്ലോക്കിനെ വാക്സിനേറ്റ് ചെയ്യാൻ പാടുകയില്ല. അതുപോലെ തന്നെ വാക്സിൻ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഫ്രഷ് വാക്സിൻ ആണോ എന്ന് നോക്കണം. പഴയ വാക്സിൻ ഉപയോഗിച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള വാക്സിൻ ഒന്നും വീണ്ടും ഉപയോഗിക്കരുത്. ഒരു ഫ്ലോക്ക് ഒരു കൂട്ടിനകത്ത് കാണുന്ന ബേർഡ്സിനെ ഒരേ സമയം തന്നെ വാക്സിനേറ്റ് ചെയ്യണം. വാക്സിനുകൾ കൃത്യമായി കോൾഡ് ചെയിൻ പാലിച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. കോൾഡ് ചെയിൻ പാലിക്കാത്ത വാക്സിനുകൾ ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ മാനുഫാക്ചറർ എന്തൊക്കെ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടോ അത് കൃത്യമായി പാലിക്കാനും ശ്രമിക്കണം. വാക്സിനേഷൻ നടത്തേണ്ടത് ഒന്നില്ലെങ്കിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ആയിരിക്കണം. ഉച്ചവേളകളിൽ ചൂട് കൂടുന്ന സമയത്ത് വാക്സിനേറ്റ് ചെയ്യാതിരിക്കുക. കോഴികളിൽ സ്ട്രെസ് കൂടാനുള്ള സാധ്യത അധികമാണ്. അതുപോലെ തന്നെ ഈ വാക്സിനുകളെ കൃത്യമായി നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം. വാക്സിനേറ്റ് ചെയ്ത ദിവസവും സമയവും ഏത് ഫ്ലോക്കിനെയാണ് വാക്സിനേറ്റ് ചെയ്തിരിക്കുന്നതെന്നും കൃത്യമായി രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്തിരിക്കണം. ഇനി വാക്സിനേഷൻ ഷെഡ്യൂൾ ഒന്ന് പരിചയപ്പെടാം. ഏജ് ഓഫ് വാക്സിനേഷൻ മുട്ടയിൽ നിന്നും വിരിഞ്ഞ അന്ന് 0th ഡേയിൽ നമ്മൾ മാരക്സ് ഡിസീസ് വാക്സിൻ ആണ് നൽകുന്നത്. ഈ വാക്സിൻ നമ്മൾ ഇൻട്രാമസ്കുലർ ആയിട്ടോ മസിലുകളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ് ആയിട്ടോ ആണ് നൽകുന്നത്. സബ്ക്യൂട്ടേനിയസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊലിയുടെ ഇടയിലേക്കാണ് നമ്മൾ വാക്സിൻ നൽകുന്നത്. അത് കഴിഞ്ഞ് 5 മുതൽ 7 ദിവസം പ്രായമാകുമ്പോൾ റാണിക്കറ്റ് ഡിസീസിന്റെ F സ്ട്രെയിൻ വാക്സിൻ ആണ് നമ്മൾ കണ്ണിലോ മൂക്കിലോ തുള്ളിയായിട്ട് നൽകുന്നത്. അത് കഴിഞ്ഞാൽ 12 മുതൽ 14 ദിവസം പ്രായമാകുമ്പോൾ ഇൻഫെക്ഷ്യസ് ബേസൽ ഡിസീസ് വാക്സിൻ ആണ് നൽകുന്നത്. അതും ഒന്നില്ലെങ്കിൽ കണ്ണിലോ അല്ലെങ്കിൽ മൂക്കിലോ തുള്ളികളായിട്ടാണ് വാക്സിൻ നൽകുന്നത്. 28ാം ദിവസം പ്രായമാകുമ്പോൾ ഈ ഇൻഫെക്ഷ്യസ് ബേസൽ ഡിസീസിന്റെ ബൂസ്റ്റർ വാക്സിൻ നമ്മൾ കൊടുക്കുന്നു. കുടിവെള്ളത്തിലാണ് നൽകുന്നത്. 35ാം ദിവസം പ്രായമാകുമ്പോൾ ഫൗൾ കോളറയ്ക്കെതിരായിട്ടുള്ള വാക്സിൻ ആണ് നൽകുന്നത്. അത് സബ്ക്യൂട്ടേനിയസ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. 6ാമത്തെ ആഴ്ച പ്രായമാകുമ്പോൾ ഫൗൾ പോക്സിനുള്ള വാക്സിൻ ആണ് നൽകുന്നത്. അത് ഒന്നില്ലെങ്കിൽ ഇൻട്രാമസ്കുലർ ആയിട്ടോ അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ് ആയിട്ടാണോ ഈ വാക്സിൻ നൽകുന്നത്. 8ാമത്തെ ആഴ്ച പ്രായമാകുമ്പോഴേക്കും ഈ കോഴികൾക്ക് റാണിക്കറ്റ് ഡിസീസിന്റെ R2B വാക്സിൻ ആണ് നൽകുന്നത്. അത് സബ്ക്യൂട്ടേനിയസ് ആയിട്ടാണ് നമ്മൾ വാക്സിനേഷൻ നൽകുന്നത്. പ്രിവെൻഷൻ ഓഫ് ഡിസീസസിൽ വാക്സിനേഷൻ കഴിഞ്ഞാൽ അടുത്തത് ഡീവേമിംഗ് ആണ്. വിരയിളക്കുക, ഡീവേമിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സാധാരണഗതിയിൽ കോഴികളെ നമ്മൾ വിരയിളക്കുന്നത് അവയുടെ 8ാമത്തെ ആഴ്ചയിൽ ലഭിക്കുന്ന വാക്സിനേഷനായ റാണിക്കറ്റ് ഡിസീസ് വാക്സിന്റെ ഒരാഴ്ചയ്ക്ക് മുൻപായിട്ടാണ് വിരയിളക്കേണ്ടത്. ഇത് കഴിഞ്ഞ് ഓരോ 3 ആഴ്ച കൂടുന്തോറും ഈ കോഴികളെ നമ്മൾ വിരയിളക്കണം. അത് എത്ര വരെ ആവണം? 20ാമത്തെ ആഴ്ച ആവുമ്പോഴേക്കും ഈ കോഴികളെ നമ്മൾ ലെയർ ഹൗസിലേക്ക് മാറ്റുന്നു. അപ്പോഴേക്കും
ഇവയ്ക്ക് 4 തവണ ഡീവേമിംഗ് നടന്നിട്ടുണ്ടാകണം. പ്രിവെൻഷൻ ഓഫ് ഡിസീസസിൽ അടുത്ത വരുന്ന മെഷർ ട്രീറ്റ്മെന്റ് ആണ്. ഏതൊരു ഫ്ലോക്കും രോഗം ബാധിച്ച് എഫക്റ്റഡ് ആവുകയാണെങ്കിൽ ഉടൻ തന്നെ ഒരു ക്വാളിഫൈഡ് വെറ്റിനറി ഡോക്ടറുടെ സൂപ്പർവിഷനിൽ അവയ്ക്ക് വേണ്ട ചികിത്സ നൽകണം. അതുകൂടാതെ പ്രോപ്പർ ആയിട്ടുള്ള ലിറ്റർ മാനേജ്മെന്റും ഈ രോഗങ്ങളെ തടഞ്ഞു നിർത്താൻ സഹായിക്കുന്നു. ലിറ്ററിന്റെ ഹൈറ്റ് കറക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഈർപ്പമില്ലാതെ ഇരിക്കാൻ സൂക്ഷിക്കണം. ഈർപ്പമില്ലാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ചുണ്ണാമ്പിട്ടിട്ട് നമ്മൾ ലിറ്ററിനെ ഡ്രൈ ആക്കാൻ ശ്രമിക്കണം. ഈ മെഷേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ രോഗങ്ങൾ വരാതെ നമ്മൾക്ക് ഫ്ലോക്കിനെ സംരക്ഷിക്കാൻ പറ്റും. ഒരു ഫാമിൽ രോഗങ്ങൾ പടർന്നു പിടിക്കാതിരിക്കാൻ എന്തൊക്കെ മെഷേഴ്സ് എടുക്കാൻ പറ്റുമോ അവയെയാണ് നമ്മൾ ബയോസെക്യൂരിറ്റി മെഷേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ബയോസെക്യൂരിറ്റി മെഷേഴ്സ് എന്ന് നോക്കാം. ഒന്ന്, ഫെൻസിങ് ആണ്. പ്രോപ്പർ ആയിട്ട് വേലി കെട്ടിവെക്കുക. രണ്ടാമത്തത്, കീപ് വിസിറ്റേഴ്സ് ടു എ മിനിമം. കഴിയുന്നതും സന്ദർശകരെ ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മളും വേറെ ഫാമുകളെ സന്ദർശിക്കുന്നത് വളരെയധികം നിയന്ത്രിക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക. പുറത്തു കാണുന്ന സ്ട്രേ ആയിട്ടുള്ള ആനിമൽസും അതുപോലെ തന്നെ വൈൽഡ് ആയിട്ടുള്ള ബേർഡ്സും അകത്ത് പൗൾട്രി ഫാമിലേക്ക് കടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രോപ്പർ ആയിട്ട് എലികളും അതുപോലത്തെ പെസ്റ്റുകളുടെ ശല്യം നിയന്ത്രിക്കാൻ എന്തൊക്കെ മെഷേഴ്സ് എടുക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ എടുക്കണം. എല്ലാ ദിവസവും ഫാമിൽ ചെന്ന് കോഴികളെ നിരീക്ഷിക്കണം. അവയുടെ സ്വഭാവത്തിലോ അവരുടെ നടപ്പിലോ നിൽപ്പിലോ വ്യത്യാസമുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു വ്യത്യാസം കാണുകയാണെങ്കിൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ സന്ദർശിച്ച് അവയ്ക്ക് വേണ്ട എന്തൊക്കെ പരിപാലനമാണോ ഉള്ളത് അതൊക്കെ ചെയ്യാൻ ശ്രമിക്കണം. ഈ ഫാമിൽ പ്രോപ്പർ ആയിട്ടുള്ള വെന്റിലേഷൻ, വായു സഞ്ചാരം ഉണ്ടോ എന്ന് നോക്കണം. അതുപോലെ ലിറ്റർ ഉണങ്ങിയതാണ് എന്നുകൂടി ഉറപ്പുവരുത്തണം. ഫാമിലുള്ള പൗൾട്രി ഷെഡുകളുടെ ചുറ്റുമുള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ അവയുടെ ഫീഡ് ബിന്നുകളും വൃത്തിയുള്ളതാണെന്ന് ഉറപ്പുവരുത്തണം. ഒരു ഷെഡിൽ നിന്നും വേറൊരു ഷെഡിലേക്ക് കഴിയുന്നതും തീറ്റയോ ഉപകരണങ്ങളോ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാതിരിക്കുക. പിന്നെ ഈ പൗൾട്രി ഹൗസും ഉപകരണങ്ങളും പ്രോപ്പർ ആയിട്ട് ഡിസിൻഫെക്ട് ചെയ്യാനും ശുചിത്വം പാലിക്കാനും ഉറപ്പുവരുത്തണം. ഓരോ തവണയും കോഴികളെ മാറ്റുമ്പോൾ ആ പൗൾട്രി ഹൗസിനെ നമ്മൾ ഫ്യൂമിഗേറ്റ് ചെയ്യണം. ഫ്യൂമിഗേഷൻ എന്നുള്ള കൺസെപ്റ്റ് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. ഫോർമാൽഡിഹൈഡും പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ലായനിയും ഉപയോഗിച്ചിട്ടുള്ളതാണ് ഫ്യൂമിഗേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ഷെഡിലേക്ക് കടക്കുമ്പോഴും ഫുഡ് ബാത്ത് വെക്കാൻ മറക്കാതിരിക്കുക. ഫുഡ് ബാത്തിനകത്ത് ഏതെങ്കിലും ഡിസിൻഫെക്റ്റന്റ് നിറച്ച് ഏത് ഫാമിലേക്ക് കടക്കുമ്പോഴും ആദ്യം കാല് ഫുഡ് ബാത്തിൽ മുക്കിയിട്ട് വേണം നമ്മൾ ഷെഡിലേക്ക് കടക്കാൻ. ഇത് കൂടാതെ റൂട്ടീനായിട്ട് ഈ ബേർഡ്സിന്റെ സ്ക്രീനിങ് ടെസ്റ്റുകൾ നടത്തണം. നമ്മൾ ഡിസീസസ് ഓഫ് പൗൾട്രിയിൽ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സാൽമോണെല്ല പുള്ളോറം എന്നുള്ള രോഗം ഉണ്ടാവുന്നതിനെ കുറിച്ച് നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ തള്ളയിൽ നിന്നും കുഞ്ഞിലേക്ക് പരക്കുന്ന ഒരു രോഗമാണ്. അത് തടഞ്ഞു നിർത്തണമെങ്കിൽ റുട്ടീൻ ആയിട്ടുള്ള സിറോളജിക്കൽ ടെസ്റ്റിംഗ് വേണമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ രോഗങ്ങൾക്ക് വേണ്ടി കൃത്യമായ ഇടവേളകളിൽ സിറോളജിക്കൽ ടെസ്റ്റിംഗ് നടത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ചാപ്റ്ററിന്റെ അവസാനത്തെ ഭാഗമായ ഹാച്ചറി മാനേജ്മെന്റിലേക്ക് കടക്കാം. ഹാച്ചിങ്ങിന് വേണ്ടി, മുട്ട വിരിയിക്കാൻ വേണ്ടി എപ്പോഴും വൃത്തിയുള്ള മുട്ടകൾ മാത്രം തിരഞ്ഞെടുക്കുക. ഹാച്ചറികൾ ഒരിക്കലും വേറെ പൗൾട്രി ഫാമുകളുടെ അടുത്തോ അതോ വേറെ ഹാച്ചറികളുടെ അടുത്തോ അല്ലെങ്കിൽ പൗൾട്രി പ്രോസസ്സിംഗ് യൂണിറ്റിന്റെ അടുത്തോ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇൻക്യൂബേറ്ററുകൾ എപ്പോഴും ഒരു സെപ്പറേറ്റ് റൂമിലായിരിക്കണം. അവിടെ ആവശ്യമില്ലാത്ത ആൾക്കാരെ കയറ്റാതിരിക്കുക. നോ അഡ്മിറ്റൻസ് സൈൻ വെച്ചിരിക്കണം. അതുപോലെ തന്നെ എല്ലാ സീസണിലും, എല്ലാ വർഷവും ഓരോ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുമ്പ് ഈ ഉപകരണങ്ങളെല്ലാം ഫ്യൂമിഗേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഹാച്ചറിയുടെ ഡിസൈൻ എപ്പോഴും വൺ വേ ഫ്ലോ ഓഫ് ട്രാഫിക് ആയിരിക്കണം. ഒരു സ്ഥലത്ത് നിന്നും തുടങ്ങിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് അവസാനിക്കുന്ന രീതിയിലായിരിക്കണം. എഗ് ഹോൾഡിംഗ് റൂം ഒരു സ്ഥലത്തായിരിക്കണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇൻക്യുബേറ്റർ ആയിരിക്കണം. ഇൻക്യുബേറ്ററിൽ നിന്നും ഹാച്ചറിൽ നിന്നും പിന്നെ ചിക്ക് ഹോൾഡിംഗ് റൂം എന്നുള്ള ഒരു ഡയറക്ഷനിലായിരിക്കണം എപ്പോഴും ഹാച്ചറി ഡിസൈൻ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ കണ്ടാമിനേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് മരണനിരക്ക് ഉണ്ടാവാനുള്ള സാധ്യത അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വിരിയാതിരിക്കാനുള്ള സാധ്യതയും ഉണ്ടാകുന്നു.